ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സുന്ദരി ആരായിരിക്കും? വെറുമൊരു മനുഷ്യസ്ത്രീയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ എല്ലാ മനോഹര വസ്തുക്കളിൽ നിന്നും ഓരോ തരി വീതം എടുത്തു ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒരു അപ്സരസ്. ദേവന്മാർക്ക് പോലും നോക്കി നിൽക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യമുള്ളവൾ. അവളാണ് തിലോത്തമ. ലോകത്തെ വിറപ്പിച്ച രണ്ട് അസുരന്മാരെ വെറും നിമിഷങ്ങൾ കൊണ്ട് തമ്മിലടിപ്പിച്ചു കൊന്ന തിലോത്തമയുടെ ആരും അറിയാത്ത കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മഹാഭാരതത്തിലെ ആദിപർവത്തിലാണ് ഈ കഥ വിവരിക്കുന്നത്. സുന്ദൻ, ഉപസുന്ദൻ എന്നീ രണ്ട് അസുര സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ അഗാധമായ സ്നേഹത്തിലായിരുന്നു. എപ്പോഴും ഒരുമിച്ചായിരുന്നു ഇവരുടെ ജീവിതം. ലോകം കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ഇവിടെ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് അവർക്കു ഒരു വരം നൽകി. നിങ്ങളെ മറ്റാർക്കും കൊല്ലാൻ കഴിയില്ല, നിങ്ങളെ കൊല്ലാൻ നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ഈ വരം ലഭിച്ചതോടെ ഇവർ അഹങ്കാരികളാവുകയും ദേവന്മാരെയും മനുഷ്യരെയും ഉപദ്രവിക്കാൻ തുടങ്ങുകയും ചെയ്തു. അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാർ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഈ അസുരന്മാരെ തമ്മിലടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രഹ്മാവ് വിശ്വകർമാവിനെ വിളിച്ചു പറഞ്ഞു. വിശ്വകർമാവെ, ഈ അസുരന്മാരെ നശിപ്പിക്കാൻ ഒരു സ്ത്രീയെ നിങ്ങൾ സൃഷ്ടിക്കണം. അവൾ ലോകത്തിലെ തന്നെ അതിസുന്ദരിയായിരിക്കണം. വിശ്വകർമാവിനോട് ആവശ്യപ്പെട്ടു. പ്രപഞ്ചത്തിലെ എല്ലാ മനോഹര വസ്തുക്കളിൽ നിന്നും ഓരോ എള്ളിന്റെ അംശം, തിലം, എടുത്താണ് അവളെ സൃഷ്ടിച്ചത്. അതിനാൽ അവൾ തിലോത്തമ എന്ന് വിളിക്കപ്പെട്ടു. സുന്ദനും ഉപസുന്ദനും വിന്ധ്യപർവ്വതത്തിൽ മദ്യപിച്ചും ആഘോഷിച്ചും ഇരിക്കുന്ന സമയത്താണ് തിലോത്തമ അവിടെ എത്തുന്നത്. വശ്യമായ സൗന്ദര്യത്തോടെ പൂക്കൾ പറിച്ചു നടന്ന അവളെ കണ്ടതും അതുവരെ ലോകത്ത് മറ്റെന്തിനേക്കാളും പരസ്പരം സ്നേഹിച്ചിരുന്ന ആ സഹോദരന്മാർക്ക് മനോനില തെറ്റി. രണ്ടുപേരും ഒരേ സമയം അവളെ കണ്ട് മോഹിച്ചു. ജ്യേഷ്ഠനായ സുന്ദൻ അവളുടെ വലതുകൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൾ എന്റെ ഭാര്യയാകേണ്ടവളാണ്. എന്നാൽ അനുജനായ ഉപസുന്ദൻ അവളുടെ ഇടതുകൈയിൽ പിടിച്ചുകൊണ്ട് വാദിച്ചു, ഇവൾ എന്റേതാണ്, താൻ മൂത്തവനായതുകൊണ്ട് തനിക്കാണ് അവകാശമെന്ന് സുന്ദനും, താൻ അവളെ ആദ്യം കണ്ടുവെന്ന് ഉപസുന്ദനും വാദിച്ചു. സൗന്ദര്യലഹരിയിൽ അവരുടെ ബുദ്ധി മരവിച്ചിരുന്നു. തിലോത്തമയെ വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറായില്ല. സ്നേഹത്തിന് പകരം പകയും ക്രോധവും അവരുടെ ഉള്ളിൽ നിറഞ്ഞു. തർക്കം മൂത്തതോടെ രണ്ടുപേരും തങ്ങളുടെ വാളുകൾ എടുത്തു. ആക്രോശിച്ചുകൊണ്ട് അവർ പരസ്പരം ആഞ്ഞടിച്ചു. ഒടുവിൽ ബ്രഹ്മാവിന്റെ വരം ഫലിച്ചു. തങ്ങളുടെ തുല്യമായ ശക്തിയോടെ പരസ്പരം ഏൽപ്പിച്ച പ്രഹരമേറ്റ് രണ്ടുപേരും ഒരേ സമയം നിലംപതിച്ചു മരിച്ചു. അസുരന്മാർ മരിച്ചുവീണതോടെ ദേവലോകം ശാന്തമായി. തന്റെ ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കിയ തിലോത്തമയെ ബ്രഹ്മാവ് അഭിനന്ദിക്കുകയും അവൾക്ക് ആഗ്രഹിച്ച ലോകങ്ങളിൽ സഞ്ചരിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്തു. തിലോത്തമ ശിവനെ വലം വയ്ക്കുമ്പോൾ അവളുടെ സൗന്ദര്യം എല്ലാ വശത്തുനിന്നും ആസ്വദിക്കാനാണത്രേ ശിവന് 4 മുഖങ്ങൾ ഉണ്ടായതെന്ന് ഒരു ഐതിഹ്യമുണ്ട്.